ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ്. ഭൗഭേരത തവേ ഏവ ഹവൗന്ന് തവേ തഥാമ്യ. കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ഭയനൽധോണ കോർപ്പറേഷൻ ജവധപൺ ജയറൽമാണ് നടത്തുക. ഈ അവലോകനം 2025 ജൂലൈ 17 നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുതതണുപയ കമ്പനി ഭയഡനധോണത കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു. പദ്ധതിയെ ഏതവപതകതയെ 13 കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക. കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ -10.5.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 0.4 പോയിന്റാണ്. നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മൈനസ് റേറ്റിംഗിനെതിരെ 5.5 പോയിന്റ് ഭയഡനധോണത കോർപ്പറേഷൻ. ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. ഭയഡനധോണത കോർപ്പറേഷൻ ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. ഭയഡനധോണ കോർപ്പറേഷൻ 5% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 178.4%. കമ്പനിയുടെ വിപണി മൂലധനം ഭയഡനധോണത കോർപ്പറേഷൻ $50.14 ബില്യൺ മൂല്യം. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $219 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $0.86 ബില്യൺ. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $13 ബില്യൺ ആണ്. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ഭയഡനധോണ കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 22.892%. പുസ്തക മൂല്യം 6.81%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണവും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $0.773 ബില്യൺ. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 90% ഉൾക്കൊള്ളുന്നു. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 0 ആണ്. 80.1 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$430 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $1,102 മില്യൺ ആണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 10.1 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 9.2 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന അനുപാത സൂചകങ്ങളുടെ വിപണി വിലയുടെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $4,960 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. ഉപവിഭാഗത്തിൽ ശരാശരി 11.4%-നൊപ്പം -8.7% മാർജിനലിറ്റി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 8.252%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 177% കുറവാണ്.
ഒരു ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $4,124,000 ഉപവിഭാഗത്തിന് $1,487,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ 0 പോയിന്റുകൾ. ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് മൈനസ് ആണ് $35,300,000. ഉപവിഭാഗത്തിന് ശരാശരി $18,600,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $408,000 ആണ്. ഉപവിഭാഗം $162,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 3.9% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 4.6%. സൂചകം ലധവ 14 കമ്പനിക്ക് 41% ലെവൽ കാണിക്കുന്നു. ഭൈഡനാധോണത് കോർപ്പറേഷൻ. ഉപവിഭാഗത്തിന് മധവ ലെവൽ 14 50%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $190 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $275 ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം. അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഈ സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുനമണമയോ. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി ഭൈഡനാധോണത് കോർപ്പറേഷൻ. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടണപയ ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $190.45 എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ. കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക. എടുക്കുക ലാഭം 121.53 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 259.37 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ഓഗസ്റ്റ് 16 ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ പവർ ജാവതാനാവേണ്ടത് ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഏതെങ്കിലും ഓർഡറുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ്. മറ്റൊരു ഓർഡർ അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് വളരെ നന്ദി. ഗുരുടങ്ങണമേവ.